ഹായ്, ഹലോ. ഇത് കാരക്കുടി പോയതിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ അവിടുന്ന് വീട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധനങ്ങളൊക്കെ മാറ്റിയപ്പോഴത്തേക്കും അവിടെ നിൽക്കാൻ സ്ഥലമില്ല. കാരണം മുകളിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ്. അപ്പോൾ ഞാനും അച്ഛനും പിള്ളേരും കൂടി മാറുന്ന വീട്ടിലോട്ട് ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ സാധനമൊക്കെ കൊണ്ടുവന്ന് അവരെ അടുക്കി പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബോറടിച്ചു. അപ്പോൾ ഞാനും അച്ഛനും കൂടി എന്ത് ചെയ്തു, കാരക്കുടി മൊത്തം കറങ്ങാമെന്ന് പറഞ്ഞ് ഇറങ്ങി. ബസ് സ്റ്റാൻഡിൽ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷെ എന്തോ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, സ്ട്രെയിറ്റ് പോയാൽ നേരെ ബസ് സ്റ്റാൻഡിൽ പോകുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വഴി അറിയില്ല. ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു വളയം ചുറ്റി, കുറേ ചുറ്റി എങ്ങനെയോ ബസ് സ്റ്റാൻഡെത്തി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോന്നു. പോകുന്ന വഴിക്ക് മാമ്പഴം കണ്ടു. മാമ്പഴം ഭയങ്കര ടേസ്റ്റാ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിയതാണ്. പിള്ളേർ ഓറഞ്ച് ജ്യൂസ് വേണം എന്ന് പറഞ്ഞയച്ചു. അപ്പോൾ അവർക്ക് വേണ്ടി ജ്യൂസ് മേടിച്ച് അങ്ങനെ കുറേ കടകളൊക്കെ തെണ്ടി കയറി ഇറങ്ങി ഇങ്ങനെ നിൽക്കുവാണ് അവിടെ. സമയം പോകണ്ടേ വീട്ടിലിരുന്നാൽ. പിന്നെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി നമുക്കിങ്ങനെ ആ സ്ഥലങ്ങളെ കുറിച്ച് അറിയാനൊക്കെ, എങ്ങനെ പോകാനൊക്കെ, നടക്കുന്ന ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ട് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് റിലയൻസ് സ്മാർട്ട് ഉണ്ട്. അപ്പോൾ ചുമ്മാ റിലയൻസിൽ കയറിയാൽ ഇങ്ങനെ വായി നോക്കി നടക്കുക, അത്രേ ഉള്ളൂ. ഒന്നും വാങ്ങണമെന്ന് താല്പര്യമില്ല. പണ്ട് ഒരുപാട് ഞാൻ സാധനങ്ങൾ വാങ്ങുമായിരുന്നു. ഇപ്പം അങ്ങനെ വാങ്ങാറില്ല. കാരണം വാങ്ങാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഉണ്ട്. പക്ഷേ വേറൊരു ഡിഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വാടക വീട്, അതായത് വാടക റെൻറ്റിന് താമസിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കഷ്ടമാണ്. നമുക്കിഷ്ടമുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിടും. പക്ഷെ നമ്മളിങ്ങനെ ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലോട്ട് മാറുമ്പോൾ ഈ പാക്കിങ്ങും അൺപാക്കിങ്ങും അടുക്കി പറക്കൽ, എൻ്റെ അമ്മോ, ഭയങ്കര കഷ്ടമാണ് സാധനങ്ങൾ. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ വാങ്ങാറുണ്ടായിരുന്നു കേട്ടോ. മുന്നേയൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി വെക്കാറുണ്ടായിരുന്നു. ഇപ്പം എന്തോ അങ്ങനെ വാങ്ങാൻ തോന്നാറില്ല. ഞാനും അമ്മയും കൂടി ചുമ്മാ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. അങ്ങനെ ഒന്നും വാങ്ങിയില്ല. പിള്ളേർക്ക് എന്തോ നരോട്ടയുടെ പെന്നോ എന്തെന്നോ പറഞ്ഞു വെച്ചു, എനിക്ക് മനസ്സിലായില്ല ഒന്നും. അപ്പോൾ അവരെ പറ്റിക്കാനായിട്ട് ഒരു പെൻസിലും അങ്ങനെ എന്തൊക്കെയോ വാങ്ങി, അല്ലാണ്ട് വേറെ ഒന്നും വാങ്ങിയില്ല. ആ പേന ഞാൻ നോക്കിയിട്ട് അവിടെ കണ്ടില്ല. അവർക്കേ അറിയാം അതെന്താണ് എന്നൊക്കെ, ഞങ്ങൾക്കറിയില്ല. അപ്പം ഞാൻ അമ്മ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട്, ചുമ്മാ ഈ കറങ്ങാനായിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു വീട്ടിൽ ഇരുന്നിട്ട് സമയം പോണ്ടേ. അപ്പോൾ ഇങ്ങനെ ഈ റിലയൻസിലൊക്കെ പോയാൽ ചുമ്മാ കറങ്ങി നടക്കാം. പിന്നെ കിട്ടാത്ത സാധനങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ കണി വെള്ളരി, മഞ്ഞ വെള്ളരിയൊക്കെ അവിടെ ഞാൻ കണ്ടായിരുന്നു. നമ്മൾ ഈ നാട്ടിൽ പോലും ചിലപ്പോൾ കാണാറില്ല. ഈ കണിക്ക് വെക്കുന്ന വെള്ളരിക്ക അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ. ചിലപ്പോൾ ആ സമയത്ത് കാണില്ലായിരിക്കും. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഉണ്ട്. ശരി, നമ്മളത് കറങ്ങി എല്ലാം വീട്ടിൽ വന്ന് പിന്നെ ഫ്രഷായിട്ടൊക്കെ തിരിച്ച് നാട്ടിലോട്ട് വരാനായിട്ട് ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ്. അപ്പോൾ ഒരു 7:45 ബസ്സുണ്ട്. അപ്പം അതിന് പോകാമെന്ന് പറഞ്ഞ് പോകുന്നത്. അത് സ്ട്രെയിറ്റ് എവിടെ പോകും, റെയിൽവേ സ്റ്റേഷൻ പോകും. മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾക്ക് ട്രെയിൻ കയറേണ്ടത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോകുന്നത് കാരക്കുടി ബസ് സ്റ്റാൻഡിലാണ്. കാരക്കുടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 2 hours ട്രാവൽ ഉണ്ട് മധുര ബസ് സ്റ്റാൻഡിലോട്ട്. അവിടുന്ന് പിന്നെ ഒരു 10-15 മിനിറ്റ് ട്രാവലുണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട്. അപ്പം ഈ ബസ്സാണെങ്കിൽ സ്ട്രെയിറ്റ് റെയിൽവേ സ്റ്റേഷൻ പോകുന്ന ബസ്സാണ് എന്ന് പറഞ്ഞാൽ കയറിയത്. പക്ഷെ നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നും റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്ന ബസ്സാണ്. പക്ഷെ എന്നായപ്പോൾ എന്ത് ചെയ്തു, റെയിൽവേ സ്റ്റേഷൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കണ്ടക്ടർ. മധുര ബസ് സ്റ്റാൻഡിനുള്ള ടിക്കറ്റ് തരാം എന്ന് പറഞ്ഞു. ശരി, ഓക്കെ, പിന്നെന്ത് ചെയ്യാനാ. അങ്ങനെ മധുര മധുര ബസ് സ്റ്റാൻഡിൽ പോയിട്ട് പിന്നെ നമുക്ക് മാറിക്കയറണം. അങ്ങനെ വേറെ ബസ് കയറിയപ്പോൾ എനിക്ക് സീറ്റ് ഉണ്ടായിരുന്നു, നിന്നിട്ടാണ് പോയത്. പിന്നെ നമുക്ക് വേറെ തിരക്കില്ലാത്ത ബസ് നോക്കി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം ട്രെയിനിൻ്റെ സമയത്ത് നമുക്ക് അവിടെ എത്തണ്ടേ. ചിലപ്പോൾ ബസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് സമയമൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ കിട്ടിയ ബസ്സിൽ അങ്ങ് കയറി. അവന് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനും അവന് മാത്രമേ തിരിച്ചു വരുന്നുള്ളൂ. അച്ഛനും അമ്മയും 2 ദിവസം കഴിഞ്ഞേ വരുന്നുള്ളൂ. അച്ഛന് കണ്ണിന് ചെക്കപ്പ് ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 2 ദിവസം വരുള്ളൂ. ഞാനും റെയിൽവേ സ്റ്റേഷനിലോട്ട് വരിക. റെയിൽവേ സ്റ്റേഷൻ നല്ല തിരക്കാണ് കേട്ടോ. അതിനടുത്താണ് മീനാക്ഷി അമ്മൻ ടെമ്പിൾ. അപ്പോൾ ഭയങ്കര തിരക്കാണ്. അതുപോലെ ഒരുപാട് പേര് റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിൽ വന്നിട്ടല്ലേ പോകുന്നത്, അമ്പലത്തിൻ്റെ അടുത്തല്ലേ, അതുകൊണ്ട് നല്ല തിരക്കാണ്. അങ്ങനെ നമുക്ക് 11:20 ട്രെയിൻ. പക്ഷെ എന്നാലും നമ്മൾ നേരത്തെ എത്തി. ഒരു 10-10:15 ആയപ്പോഴത്തേക്കും ട്രെയിൻ എത്തി. പിന്നെ ഞാൻ ട്രെയിനിൽ കയറി ഇരുന്നില്ല. കാരണം ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു, ഫുൾ ഇരുട്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കയറാമെന്ന് പറഞ്ഞ് ഞാനും മോനും കൂടി പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഈ ട്രെയിനിന് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തതെന്ന് വെച്ചാൽ കോച്ച് പൊസിഷൻ. എനിക്ക് ഭയങ്കര ടെൻഷനാണ് ട്രെയിൻ. കാരണം പോകുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ കറക്റ്റ് ഈ കോച്ച് പൊസിഷൻ, അതായത് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണോ നമ്മൾ നിൽക്കുന്നതെന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും. ഇപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. കറക്റ്റായിട്ട് നമ്മൾ എന്താ പറയണ്ട, കോച്ചിൻ S3 ആണെങ്കിൽ S3, അല്ലെങ്കിൽ S5 ആണെങ്കിൽ S5 അവിടെ പോയി നമുക്ക് നിന്ന് കറക്റ്റായിട്ട് കയറാൻ പറ്റും. പക്ഷെ വേറെ ഒരിടത്തുനിന്ന് വരുന്നതാണെങ്കിൽ നമ്മൾ
നിൽക്കുന്ന സ്ഥലത്തില്ല. ചിലപ്പോൾ ഫ്രണ്ടിലോ ബാക്കിലോ ആണെങ്കിൽ ടെൻഷൻ അടിച്ചു പോകും. എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ എന്താ മണ്ടി. ഏതെങ്കിലും ഒരു കോച്ചിൽ കയറിയിട്ട് നടന്നു പോകാമെന്നല്ല. ഒരിക്കൽ എനിക്കിങ്ങനെ അബദ്ധം പറ്റി. ഞങ്ങളുടെ എന്താ പറയണ്ടേ, ഈ കോച്ച് വരുന്നത് നോക്കിയിരുന്നു. അത് കുറച്ച് ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ ആയിരുന്നു. ഞാൻ പോയി നിന്നത് തെറ്റായിപ്പോയി. എന്ത് ചെയ്തു? കയറിയില്ല. കയറാതെ ട്രെയിൻ അങ്ങ് പോയി. അന്ന് ആ ട്രെയിൻ മിസ്സായി. അതുപോലെ എനിക്ക് ട്രെയിൻ കയറുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനാണ്. ഈ കറക്റ്റ് കമ്പാർട്ട്മെന്റിൻ്റെ അടുത്താണോ നമ്മൾ വന്ന് നിൽക്കുന്നതെന്ന് ആലോചിച്ചിട്ട്. പക്ഷെ ഇന്നലെ അതുണ്ടായില്ല. കാരണം നമുക്ക് അവിടുന്ന് മധുരയിൽ നിന്ന് തന്നെ എടുക്കുന്ന ട്രെയിനാണല്ലോ. അപ്പോൾ അത് കാരണം നമുക്കത് പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു 5-5:15 നമ്മുടെ സ്ഥലത്തെത്തി ഒരു ഓട്ടോയും വിളിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്നു. ഓട്ടോയിൽ പോയാലേ പറ്റുള്ളൂ. കാരണം എനിക്കിനി വീട്ടിൽ പോയിട്ട് വേണം, എനിക്ക് ഓഫീസിൽ പോകണം, അവനെ സ്കൂളിൽ വിടണം, ഫുഡൊക്കെ ഉണ്ടാക്കണം. അങ്ങനെയായിരുന്നു. അങ്ങനെ നാട്ടിൽ